നഴ്സിംഗ് പ്രാക്ടീസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്ക് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തി തരാം. അന്നമ്മ ജേക്കബ്, രേഖ ആർ, ജാദവ് സൊണാലി എഡിറ്റേഴ്സ് ആയിട്ടുള്ള ഈ ബുക്കിന്റെ പേരാണ് ക്ലിനിക്കൽ നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് ദ ആർട്ട് ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ്. JP ബ്രദേഴ്സ് മെഡിക്കൽ പബ്ലിഷേഴ്സ് ആട്ടോ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ 5th എഡിഷൻ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നഴ്സിംഗിലെ മേജർ സ്പെഷ്യാലിറ്റീസിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ സിസ്റ്റം വൈസ് ആയിട്ടും സെക്ഷൻ വൈസ് ആയിട്ടും ഈ ബുക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കണ്ടന്റ്സ് എല്ലാം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ സിലബസ് പ്രകാരം ആട്ടോ. ഓരോ പ്രൊസീജിയറിലും ഡെഫിനിഷനും പർപ്പസും പ്രൊസീജിയർ സ്റ്റെപ്സും റാഷണൽസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ടു ഫോളോ ഫോർമാറ്റ് ആണ്. ഇനി നമ്മൾ ബേസിക് ആയി പഠിക്കുന്ന ബെഡ് മേക്കിങ്ങിന്റെ പ്രൊസീജിയർ ഇവരെങ്ങനെയാണ് ഈ ബുക്കിൽ പ്രസന്റ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈസി ഫോർമാറ്റ് എന്ന്, അതുപോലെ തന്നെയാട്ടോ ഇവരിത് പ്രസന്റ് ചെയ്തേക്കുന്ന ഡെഫിനിഷനും പർപ്പസും പ്രൊസീജിയേഴ്സും റാഷണൽസും ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സും ആർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നും ജനറൽ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ബുക്കിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാതെ വയ്യ. നഴ്സിംഗ് പ്രൊസീജിയറിലുള്ള കോൺസെപ്റ്റും കണ്ടന്റ്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടേബിൾസും ഡയഗ്രാംസും ഫോട്ടോഗ്രാഫ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഴ്സിംഗ് പ്രൊസീജിയേഴ്സിനെ പറ്റി അറിയാൻ ശ്രമിക്കുന്ന നമുക്ക് ഈ ഇലുസ്ട്രേഷൻസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷൻ പോയിന്റ്സ് ആണ് നമ്മൾ ഓർക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് നമ്മൾ കെയർ കൊടുക്കേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 4 വർഷം നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ഒപ്പം ഒരുപാട് പ്രൊസീജിയേഴ്സും പഠിക്കുന്നുണ്ട്. എല്ലാ സബ്ജക്ട്സിലും നമ്മൾ പഠിച്ച പ്രൊസീജിയേഴ്സ് ഒക്കെ ഒറ്റ ബുക്കിൽ വന്നാലോ? അതെ, നമുക്ക് പഠിക്കാനുള്ളതും ചെയ്യാനുള്ളതുമായ എല്ലാ പ്രൊസീജിയേഴ്സും ഈ ബുക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തായാലും ജോലി ചെയ്യുന്ന സമയത്തായാലും ഈ ബുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ ബുക്ക് വാങ്ങിയത് ഓൺലൈൻ ത്രൂ ആണ്, അതായത് ആമസോൺ വഴിയാട്ടോ ഞാൻ ഈ ബുക്ക് വാങ്ങിയത്. ഡെലിവറി ചാർജ് അടക്കം ഈ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 1550 രൂപയാണ് ആയത്.